ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 3 കിഡ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷമാണ് വെള്ളം തിളപ്പിക്കേണ്ടത്. വെള്ളം അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചായ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മറ്റേ അടുപ്പിൽ ചായ തിളക്കാനും കൂടി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ നമ്മൾ അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ പൊടിപ്പിച്ച അരിപ്പൊടിയൊക്കെ തീർന്നു. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വാങ്ങിക്കുന്ന പൊടിയുണ്ടല്ലോ, പുട്ടുപൊടിയല്ല, ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ വാങ്ങിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് നമ്മൾ നന്നായി കുഴച്ചെടുക്കണം. തിളച്ച വെള്ളം കുറേശ്ശെ പൊടിയിലേക്ക് ഒഴിച്ച് നന്നായി ഒരു കയ്യിൽ കൊണ്ട് ഇളക്കി എല്ലായിടത്തും നനവ് തട്ടും വിധത്തിൽ നന്നായി നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തതിന് ശേഷം അത് കുറച്ച് സമയം ചൂടാറാനായിട്ട്, നമ്മുടെ കൈ പൊള്ളാത്ത വിധം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് കൂടണേ. എന്നാലേ എനിക്ക് ഇനിയും വീഡിയോ ഇട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നനച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചു. അപ്പോൾ ചായ ഞാനൊന്ന് പാത്രത്തിലേക്കൊന്ന് അടിച്ചൊഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, കൈ പൊള്ളാത്ത വിധത്തിലുള്ള ചൂടായതിന് ശേഷം നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായി അത് ഒന്ന് കുഴച്ചെടുക്കണം, നല്ല സ്മൂത്തായിട്ട്. അതിന് ശേഷം നമ്മൾ എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷം കുഞ്ഞ് ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇത്. എന്നാലും നമുക്ക് നല്ല ടേസ്റ്റോടെ ആസ്വദിച്ച് കഴിക്കാനും പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പിള്ളേരെ എണീറ്റിട്ടില്ലാത്ത കാരണം അവരിതിന് നിന്നില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പൊടി കൊഴുക്കുമ്പോഴേക്കും അവരും കൂടിയും വന്ന് ഒക്കെ പിടിക്കാനായിട്ട് എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയമെടുത്തായാലും നമ്മൾ ഈ കുഞ്ഞു ഉണ്ടകളാക്കിയിട്ട് നമ്മൾ ഇതെടുക്കാം. ഇതിപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വൈകിട്ടത്തെ ചായക്കും ഇത് തന്നെ നമുക്ക് 4 മണി പലഹാരമായിട്ട് എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടാവുന്ന ഉറപ്പാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറിയ ബോൾസായിട്ട് അരിപ്പൊടി ഉരുട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഗ്യാസിൽ വെള്ളം വെച്ച് ഒന്ന് തിളക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന തട്ടല്ല, അല്ലാണ്ടുള്ളൊരു തട്ടുണ്ടല്ലോ, ആ തട്ടിൽ നമ്മൾ ഈ ബോൾസൊക്കെ ഇടുക. എന്നിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് വെന്ത് കിട്ടുന്നതാണ്. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. ആ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 മുറി തേങ്ങയാണ് ചിരകി എടുത്തത്. എന്നിട്ട് തേങ്ങ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. നന്നായി അടിക്കുമ്പോൾ നമുക്ക് നല്ല കൊഴുപ്പുള്ള പാല് കിട്ടും. കുറച്ചൊന്ന് അടിച്ചെടുത്താൽ നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് പാല് കിട്ടില്ല. അപ്പോൾ നന്നായി അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉണ്ടയെല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിത്തട്ട് തുറന്നിട്ട് നമ്മൾ ആ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അത് ഇറക്കി വെക്കുക. ഓരോ ഉണ്ടകളും പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടാവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഒട്ടണ പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വെന്തോണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അത് ഇറക്കി മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നല്ലോണം കൈകൊണ്ട് പിഴിഞ്ഞ് നല്ല കൊഴുപ്പുള്ള പാല് തന്നെ നമുക്ക് ഇതിന് വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നന്നായി പിഴിഞ്ഞ്, അധികം വെള്ളം ഓവറായിട്ട് ചേർക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ പിഴിഞ്ഞ് നല്ല കട്ടിയിൽ തന്നെ പാല് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ബോൾസിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്ത ഈ തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ മധുരമാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്.
നമുക്ക് എത്ര മധുരമാണോ ആവശ്യം അതിനനുസരിച്ച് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങൾക്കിവിടെ നല്ല മധുരം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4 സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്നിട്ട് പോരെങ്കിൽ നമുക്ക് പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു നുള്ള് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിലും നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഉണ്ടക്കുറുക്ക് അഥവാ മണിപ്പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.